നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്ന് പിണറായി വിജയൻ. LDFന് ഈ ജനവിധി ഒരവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണെന്നും ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ദിൽന കൂടി ചേരുന്നുണ്ട്. ദിൽന, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പിണറായി വിജയന്റെ ആദ്യ പ്രസ്താവനയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ LDFന് ഈ ജനവിധി ഒരവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണെന്ന് കൂടിയാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ വിധിക്ക് ശേഷം വന്ന ആദ്യത്തെ പ്രസ്താവനയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ UDFന് അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ജനവിധി എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്നും പറയുന്നുണ്ട്. എല്ലാവിധ എതിർ പ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒക്കെ ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നുമുണ്ട് ഈ ഒരു പ്രസ്താവനയിലൂടെ. 3ാം തവണയും തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയൊരു തുടക്കമാണ് എന്നും പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കുവാനും എല്ലാ സഖാക്കളുടെയും അതായത് എല്ലാ പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ LDFനൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് വന്നത്. അത് കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ പിണറായി വിജയൻ പറയുന്നത്. ഈ പ്രസ്താവനയിൽ വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് BJP കേരളത്തിൽ 3 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അത് ഗൗരവതരമാണെന്നും വർഗീയതയോട് സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം തുടരുമെന്നുമാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രസ്താവനയിൽ അത്തരം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 3 സീറ്റുകളാണ് BJP നേടിയത്. അത് വലിയ തരത്തിലുള്ള ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു വർഗീയതയുടെ കൂടെയും കഴിഞ്ഞ 10 വർഷക്കാലവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു കാലത്തും നിലനിന്നിട്ടില്ല. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് കൃത്യമായി തന്നെ ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടന്നു എന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ പിണറായി വിജയൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവന്തിക. ശരി, ദിൽനയാണ് വിവരങ്ങൾ നൽകിയത്.